ദയവ് ചെയ്ത് ഈ വീഡിയോ കാണണമെങ്കിൽ ഇക്കാക്ക് വേണ്ടി ഞാൻ കാത്തിരിപ്പോണ്ട് വരണം. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത് അവനിക്ക് നന്നായിട്ട് അവനിക്ക് അറിയാവുന്ന കേസ് തന്നെയാണ്. അതെല്ലാം ഞാൻ ജീവിക്കത്തില്ല. കാര്യം ഒരു ദിവസം ഓട്ടം പോയി കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങാതിരിക്കും. അത് അവനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ ഉറങ്ങണം, വയ്യാതായി കഴിഞ്ഞപ്പോൾ പറ്റത്തില്ല, ഞാൻ ഓട്ടം പോയാലേ പറ്റത്തുള്ളൂ എന്ന് അവന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ പറഞ്ഞ് എനിക്ക് എട്ടിപ്പോൾ ചുമ്മാ തന്നിട്ടാണ് ഫെബ്രുവരി 14 എൻ്റെ വീട്ടിൽ നിന്ന് പോയത്. അവന്മാരെ പോലെയുള്ള ഒരു സപ്പോർട്ട് ചെയ്യാനും ഇവനെ പോലുള്ള നാണം കെട്ടവന്മാരെ ഈ സോഷ്യൽ മീഡിയ വഴി വന്ന് വാങ്ങയാണ് തേങ്ങയാണ് കൂടെയാണെന്ന് പറയുന്നവന്മാർ ഒരു നിമിഷം ഇത് അവൻ്റെ തലങ്ങനെയാണ്. ഞാൻ ഈ തലങ്ങനെ കെട്ടിപ്പിടിച്ചാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത് തന്നെ. കാര്യം അവൻ്റെ ഇന്ന് വരെ ഞാൻ അത് വാഷ് ചെയ്തിട്ടില്ല. പിന്നെ അവൻ്റെ ഡ്രസ്സുകൾ ഇതിനകത്തിരിക്കുന്ന മൊത്തം അവൻ്റെ ഡ്രസ്സുകളാണ്. മറ്റേ നിനക്ക് നാണമുണ്ടോ? നിനക്ക് നാണമുണ്ടോ ഇങ്ങനെ മാലയിട്ട് ഒരു ഭർത്താവ് എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ പേരിൽ ഈ മീശയും വെച്ച് നടക്കാൻ? ഇതൊക്കെ ഞാൻ നോക്കിയ ഫോട്ടോസുകളാണ്. നിങ്ങൾ രണ്ടുപേരും അതെ അതെ, ഇത് അവൻ്റെ വീടാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഞാൻ നല്ല രീതിയിൽ, കാര്യം അവൻ്റെ ഹാപ്പിനെസ് ആ മുഖത്തുണ്ട്. ഞാൻ അത്രയും കെയർ ചെയ്ത് നോക്കിയതിന്റെ പേരിൽ അത്ര ഇതുണ്ട്. ട്രൂലൈവിലേക്ക് സ്വാഗതം. സുഹൈൽ ഫൈസിയാണ് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ. തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്താണ്. എൻ്റെ കൂടെ ഉള്ളത് സജീറാണ്. സജീറിൻ്റെ ഈ കഴുത്തിലെ ഈ മാല ഉണ്ടോ? ഇത് ആരിട്ടതാ സജീറ ഈ മാല? എൻ്റെ ഭർത്താവ് ഷാഹർ എന്ന് പറഞ്ഞ ഇതാണ് ഓന ഭർത്താവ്. അപ്പം ഭർത്താവിനെ തിരിച്ചു കിട്ടണം എന്നുള്ള ശക്തമായ ഒരു ആവശ്യമാണ് സജീർ നമുക്ക് മുമ്പിലേക്ക് വെക്കുന്നത്. ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ ട്രാൻസ്മെൻ കമ്മ്യൂണിറ്റിയൊക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സുലഭമായിട്ട് എല്ലാവർക്കും അറിയാം അല്ലേ? ഇപ്പം അങ്ങനെ ഇപ്പം പഴയതുപോലുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ലീഗലി അല്ല, ഇതിന് ഈ ട്രാൻസ്ഫർ ആവുന്നതിന് മുന്നേ ഉള്ള ഇതുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ട്രാൻസ് കമ്മ്യൂണിറ്റി തന്നെ നിൽക്കുന്ന ആളാണ്. അതെ അതെ. അപ്പം മീശയും അതൊക്കെ റിമൂവ് ചെയ്യാത്തത്? അല്ല, പുള്ളിക്ക് ട്രാൻസ്ഫർ ആവേണ്ട, ലേഡി ആവേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെയാണ് പുള്ളി ജീവിക്കുന്നത്. ഞാൻ ഗേ ആയിട്ടുള്ള ജീവിതമാണ് പുള്ളി പറഞ്ഞത്. അതേ ജീവിതം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമ്മുടെ ആവശ്യം എന്തുവാ? ആവശ്യം എൻ്റെ ഭർത്താവിനെ എനിക്ക് കാണിക്കുന്നില്ല. അവർ വെല്ലുവിളിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ അറിയാതെ പുള്ളിക്ക് ഒരു കല്യാണാലോചന കൊണ്ടുവന്നു. 2 മാസമേ ആയിട്ടുള്ളൂ. 3 മാസമായിട്ടുള്ളൂ. പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ജീവിതമാണ്. എല്ലാ സ്ഥലത്തും ജീവിക്കുന്നതിനെക്കാട്ടി ഒരു പെണ്ണുമാണ് ജീവിക്കുന്നതിനെക്കാട്ടി അപ്പുറമായിട്ട് തന്നെ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം പുള്ളി എൻ്റെ അനുവാദം ഇല്ലാതെ, അപ്പം ഈ ഇക്കാടെ പെങ്ങളെന്ന് പറഞ്ഞാൽ ഷീബ എൻ്റെ അടുത്ത് വെല്ലു വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ മുന്നിൽ അവനെ ഞാൻ കെട്ടിച്ച് കാണിച്ചിട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ വെല്ലു വിളിച്ചു. അപ്പം ഞാൻ അറിയാതെ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു. അവൻ ആ പെങ്കുച്ചിൻ്റെ വീട്ടിൽ നിന്ന് ആളൊപ്പായും ആൾ ഉടപ്പറന്നൂടെ വന്നപ്പം ഇക്കാട് ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് ഷാഹർ പറഞ്ഞു എനിക്ക് വേണ്ട, കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് രാത്രി ഫുഡ് പോലും കഴിച്ചിട്ടില്ല. അപ്പം ഇവർ വളരെ ഹാഷായിട്ടാണ് എന്നെക്കുറിച്ച് മോശമായിട്ടാണ് പല സ്ഥലത്തും പറഞ്ഞു നടക്കുക. ഇമ്മായും മോളും, ഇമ്മ എന്ന് പറഞ്ഞാൽ നബീസത്ത് ബീബി, ഈ പെങ്ങള് ഷീബായി വളരെ മോശമായിട്ടാണ് പറയുന്നത്. അപ്പം അവൻ്റെ അടുത്ത് എന്തെങ്കിലും എന്നെക്കുറിച്ച് മോശമായിട്ട് പറയണമല്ലോ. ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു 2 മാസം അടുപ്പിച്ചാവത്തേ ഉള്ളൂ, ഒരു സോഷ്യൽ മീഡിയയിൽ എൻ്റെ അക്കൗണ്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഒരു മുഹമ്മദ് റാഫി എന്ന് പറഞ്ഞ ഒരുത്തനെ കൊണ്ട് എന്നെ ചാറ്റ് ചെയ്യിപ്പിച്ചു. പുള്ളിക്കാരൻ നാദാപുരത്തുള്ളതാണ്, മലപ്പുറത്ത് നാദാപുരത്തുള്ളതാണ്. അത് ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ട് കണ്ടുപിടിച്ചു. പക്ഷേ അവൻ മെനിഞ്ഞാന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇയാളായിട്ട് യാതൊരു പരിചയമില്ല, പക്ഷേ ഇത് പറഞ്ഞു തന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരാണ്. അത് എൻ്റെ ഒരു ഫ്രണ്ട് സാജൻ എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് കുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സാജൻ എന്ന് പറഞ്ഞ ആളാണ്. അവൻ്റെ മുഖേനയാണ് എനിക്ക് ഈ അഡ്രസ്സ് ഇത് കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പം ഞാൻ അവൻ്റെ കൂടെ കിടന്നെന്ന് ഉൾപ്പെടെ വരുത്തി തീർക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവനെ കണ്ടിട്ടുമില്ല, എടുത്തിട്ടില്ല. പക്ഷേ അത് ഇപ്പം വരുത്തി തീർത്തേക്കുന്നത് ഞാൻ അവൻ്റെ കൂടെ കിടന്നെന്ന്. അത് ആരെന്ന് ചോദിച്ചപ്പോൾ അവൻ തന്നെ പറഞ്ഞു അവൻ്റെ പെങ്ങൾ ഷീബായും അവൻ്റെ ഉമ്മായും ആണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. കാര്യം എന്നാലേ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറയാൻ പറ്റുള്ളൂ അവ ഈ കിടപ്പിലായ സമയത്ത് ഞാൻ വേറൊരു സുഖം തേടി പോയെന്ന് അറിയിപ്പിക്കണമല്ലോ എന്ന്. പിന്നെ ഇന്നലെ എനിക്കൊരു കോൾ വന്നു, നഗരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ലേഡി, അതായത് എൻ്റെ വീട്ടിൽ കിടന്ന ആളിനെ വിളിച്ചുകൊണ്ട് ഓട്ടം പോയതാണ്, കാവേരി എന്ന് പറഞ്ഞ കാവേരി. ആ സ്ത്രീ എൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോലീസുകാർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു ഇന്നാണ് സംഭവം. എൻ്റെ വീട്ടിൽ ഇത്ര വർഷം കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ ഫെബ്രുവരി 14 2:30 എൻ്റെ ആളിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് തിരിച്ച് കിട്ടിയ ഫെബ്രുവരി 15 കിട്ടിയത് ICUലാണ്. അത് ICU കോമ സ്റ്റേജിലാണ്. ഞാൻ അത്രയും പാടുവിട്ട് നോക്കി എടുത്തിട്ട് വന്നപ്പോൾ അവൾ എൻ്റെ അടുത്തുള്ള വാശിയുടെ പുറത്ത് അവൾ എൻ്റെ അടുത്ത് വെല്ലു വിളിച്ചു അവൻ കെട്ടിയ താലിയാണ് അവളെ കഴുത്തി കിടക്കണമെന്ന് പറഞ്ഞു. ഈ പോണേനെ തലയ്ക്കും ദിവസം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 1 ഗ്രാം ഗോൾഡ് കവറില്ല ഞന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞു മാലയും വേണം ഒരു താലിയും വേണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഇക്കാട് ചോദിച്ചു എന്തിനാണ് കഴിച്ചിട്ടുണ്ട് അതിന്റെ കോപ്പി ഉണ്ട് ഒരു സ്ഥാനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പുള്ളി ഇട്ട തന്നെയാണ്. അതെ അതെ പേര് ഷാർന്ന് തന്നെയാണ്. അത് ഈ താലി കിടക്കുന്നത് എൻ്റെ ഇക്കാടേയും പേരാണ്. കല്യാണ ഡേറ്റ് ഉൾപ്പെടെ നല്ലതായിരുന്നു. അല്ല അതിന് മുന്നേ അവർക്ക് അറിയാമായിരിക്കും, അതെനിക്കറിയില്ല. പക്ഷെ എൻ്റെ അടുത്ത് ആരും ഇന്നുവരെ ചോദിച്ചിട്ടൊന്നുമില്ല കമന്റുകൾ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഈ കമന്റുകൾ ചെയ്യുന്ന അവരും വിചാരിക്കേണ്ടതൊന്നുമില്ല. അവരെ വീട്ടിൽ അവരെ മോനിക്കോ മോക്കോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതേ കമന്റ് അവർ ചെയ്യോ? ഈ കമന്റ് ചെയ്യുന്ന അവർ അത്ര നല്ലതാണോ? ഇതിനകത്ത് സുപ്രധാനമായിട്ട് പറയുന്ന ഒരു കമന്റ് ഞാൻ അത് വായിക്കാം, ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ബുദ്ധിമുട്ടില്ല. അവർ പറയുന്ന കമന്റ് നിനക്ക് നാണമുണ്ടോ?
നിനക്ക് നാണം ഉണ്ടോ ഇങ്ങനെ മാലയിട്ട് ഒരു ഭർത്താവ് എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ പേരിൽ ഈ മീശയും വെച്ച് നടക്കാൻ നിനക്ക് നാണോ മാനോ ഉണ്ടോ എന്ന് ഒരുപാട് കമന്റുകൾ ചോദിക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യം. എന്റെ ഭർത്താവിന് ഞാനൊരു ലേഡി ആവണം താല്പര്യമില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്നെ സ്നേഹിച്ചത്. ഇങ്ങനെ വീണ്ടും പിന്നെ ചോദിക്കുന്നത് നിനക്ക് വേണമെങ്കിൽ ഒരു സ്ത്രീ വിവാഹം കഴിച്ച് ജീവിച്ചുകൂടെ? എനിക്ക് പറ്റത്തില്ല. ഒരു സ്ത്രീക്ക് കൊടുക്കാനുള്ള മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് പറ്റത്തില്ല. എനിക്കൊരു ആണിന്റെ തണലാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ അവനെ സ്വീകരിച്ചത്, അവൻ എന്നെ സ്നേഹിച്ചത്. കല്യാണം കഴിഞ്ഞത് നോർമലി നമ്മളൊരു ആറ്റിങ്ങിൻ്റെ പള്ളിയിൽ പോയിട്ടാണ് കല്യാണം കഴിച്ചിട്ട് പിന്നെ ഒരു ഉസ്താദിനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കുക ചെയ്തത്. അത് ഇക്കാടെ കൂട്ടുകാരൻ്റെ കെയർ ഓഫ് മുഖേന ഉസ്താദ്. പക്ഷേ അത് ആരെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. അത് ഞങ്ങൾ 3 പേരുള്ളായിരുന്നു. ഈ ജീവിച്ച കാലയളവിൽ ഈ വീട്ടിൽ സന്തോഷം ഒരു വഴക്കം അങ്ങനെയൊന്നുമില്ല, ഒരു വഴക്കം അങ്ങനെ ഒന്നുമില്ല. നല്ല ഹാപ്പി ആയിട്ട് തന്നെ ജീവിച്ചത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് അവൻ്റെ വീട്ടുകാരും ഉമ്മായും പെങ്ങളും ഭയങ്കരമായിട്ട് ഒരു ചെറിയ പ്രശ്നത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ വരാൻ പാടില്ല, എടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര. ഈ സജീർ ടിക്ടോക്ക് ഒരു സ്റ്റാർ ആണല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ ടിക്ടോക്കിൽ അന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് കൂടുതൽ താല്പര്യമില്ല. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ അത്യാവശ്യം വൈറലായ ആൾക്കാരാണ്. അതെ, അങ്ങനെ ഈ കേരളത്തിലുള്ള എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട്. കാരണം ഓണം വണ്ടി അടിച്ചതിന് മുതൽ ഞാൻ അന്ന് മുതൽ ഞാൻ നല്ല ഇൻസ്റ്റയിൽ നല്ല പോസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. എല്ലാവരും നല്ല ഫുൾ സപ്പോർട്ട്. മാരേജ് രജിസ്റ്റർ ചെയ്തതിന്റെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ട്? ഇനി നമുക്ക് സജീറിന്റെ വീടല്ലേ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അതെ, സജീറിന്റെ വീട്ടിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇതാണ് സജീറിന്റെ മുറി. സജീറിന്റെയും മറ്റേ ഷഹാറിന്റെയും റൂം അല്ലേ? ഇവിടെ മൊത്തം നിങ്ങളുടെ ഫോട്ടോസ് ആണല്ലോ. അതെ അതെ, ഒരുപാടുണ്ട്. നിങ്ങൾ നിക്കാഹ് ഫോട്ടോ ആണോ? അതെ അതെ. ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഇപ്പുറത്തേക്കുന്നത്? അതെ അതെ, നമ്മളെ കല്യാണ സമയത്ത് എടുത്ത. ഓ, കല്യാണ ഫോട്ടോ ആണ്. ശരി. ഇതിനകത്ത് എല്ലാ പ്രൂഫുകളും ഉണ്ട്. അതായത് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഇത് പോയ സമയത്ത് അതിന്റെ പ്രൂഫ് അത് ഇവന്റെ പെങ്ങളെ കയ്യിലുണ്ട്. പക്ഷെ അവർ തരത്തില്ല പറഞ്ഞേക്കുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ തരത്തില്ലെന്ന് പറഞ്ഞു. അതെ അതെ, ഒരു ഡിഗ്രിനെ കൊണ്ട് എല്ലാം ഒപ്പിടിപ്പിച്ചിട്ടാണ് അവരെ കൊണ്ട് ഇതാക്കിയത്. എന്റെ ഇക്കാള വേറെ ഒരാളാണ്. കാര്യം ഓനിക്ക് അന്ന് ഒപ്പിടാൻ കഴിയില്ല. അതിന്റെ പേരിൽ ഓന്റെ പെങ്ങളും ഉണ്ടായിരുന്നു, ഷീബായും മുനീറും ഞാനും മാത്രമേ ഉള്ളായിരുന്നു. നമ്മുടെ കെയർ ഓഫ് മുഖേനയാണ് ഇത് ഒപ്പിട്ട് ഇത് വാങ്ങിച്ചത്. അപ്പം സജീറിന്റെ വിവാഹം കഴിച്ച് ലീഗലി വിവാഹം കഴിച്ചതിന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഉണ്ട്. അത് മാത്രമല്ല ഹൃദയത്തിലുണ്ട്, മൊബൈലിന്റെ ഉണ്ട്, ഈ റൂമിലുണ്ട്. ഈ കിടക്കുമ്പോൾ ഈ ഫോട്ടോ കാണും. അതെ അതെ, ഞാൻ അവനെ കണ്ട കാര്യം ഇത് അവന്റെ തലങ്ങണിയാണ്. ഞാൻ ഈ തലങ്ങണി കെട്ടിപ്പിടിച്ചാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത് തന്നെ. കാര്യം അവന്റെ ഇന്ന് വരെ ഞാൻ അത് വാഷ് ചെയ്തിട്ടില്ല. പിന്നെ അവന്റെ ഡ്രസ്സുകൾ ഇതിനകത്തിരിക്കുന്ന മൊത്തം അവന്റെ ഡ്രസ്സുകളാണ്. അതെ അതെ, ആശുപത്രിയിൽ ഞാനിത് വെച്ചാണ് ഞാൻ കിടക്കുന്നത്. ഇതെല്ലാം എൻ്റെ ആളുടെ ഡ്രസ്സുകളാണ്. അതെ അതെ. പിന്നെ രണ്ടാമത് ഇപ്പൊ എന്നെ കൊണ്ട് നിക്കാഹ് കഴിപ്പിച്ചു. പക്ഷെ അത് എനിക്കിപ്പം വെളിപ്പെടുത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സ്ത്രീയാ, അതായത് ഇക്ക എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്തത്. നിർബന്ധിച്ചിട്ട്, എന്റെ ഭർത്താവ് നിർബന്ധിച്ചിട്ട്, നാട്ടുകാർ ഓരോന്നും പറയുന്നത് പറഞ്ഞിട്ട് നിർബന്ധിച്ച് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു. അതെ അതെ. ഈ കല്യാണത്തിന് ഫസ്റ്റ് ഒരു മാരേജ്, അതായത് നിക്കാഹ് കഴിഞ്ഞ് 2014 നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിക്കാഹ് ചെയ്തത്, കല്യാണം കഴിച്ചത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഇന്ന കാര്യമാണെന്ന് പറഞ്ഞപ്പം കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വണ്ടി ഒരു കോൾസ് ഉണ്ടായിരുന്നു, വണ്ടി ഇടിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ വേറെ പൈസയൊന്നുമില്ല, നിൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഉണ്ട്, പക്ഷേ വീട്ടിൽ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ഒരു ഗ്യാരണ്ടിയുടെ മാല വാങ്ങിച്ച് ഞാൻ അവനോട് ചെന്ന് വാങ്ങിച്ചിട്ട് ഈ ഗോൾഡ് മാല പണയം വെച്ചിട്ട് ഇതാക്കി. അപ്പോൾ വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ ഓൾറെഡി ഉണ്ടല്ലോ, ഞാൻ വീട്ടിൽ പുറത്തിട്ടോണ്ട് നിൽക്കത്തില്ല, ഞാൻ അകത്താണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ താല് തന്നെ ഞാൻ പുറത്തിടത്തില്ല, അകത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ നേരത്തെ മാത്രമേ ഞാൻ ഈ താലി ഉപയോഗിക്കാറുള്ളൂ. അല്ല, ഇന്ന് വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അതെ, ഫോട്ടോ നോക്കി ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ഞാൻ ഒരു സങ്കടപ്പെട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടുണ്ട്. എൻ്റെ മെയിൽ ID തന്നെ സജീർ ഷാർ എന്നാണ്. കാര്യം അവന് അത്രയും നോക്കുന്നില്ല, വീട്ടുകാർ നോക്കുന്നില്ല. കാര്യം ആ ഒരു കിടപ്പ് ഞാൻ ഇപ്പം തന്നെ ഞാൻ കാണിച്ചു തരാൻ തയ്യാറാണ്. കാര്യം ആ ഒരു ഇതില് അത് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. അവർ നേരെ നോക്കിയെന്നെങ്കിൽ എനിക്ക് അത്ര ഒരു വിഷമം ഉണ്ടാവില്ല. എന്തുവാണെങ്കിൽ കിട്ടും, എനിക്കതിൽ പ്രശ്നമില്ല. ഞാനൊരു നീതിക്ക് വേണ്ടിയാണ് ഞാനിത് ഇറങ്ങി തിരിച്ചത്. അല്ലാതെ എല്ലാവരെയും കണക്ക് ടൈം പാസ്. ഇത് പലവർക്കും പുറത്ത് പറയാൻ പറ്റാത്ത പല കേസുകളുണ്ട്. അവരാരും പുറത്ത് പറയുന്നില്ല, നാണക്കേട്. പക്ഷെ എനിക്ക് നാണമില്ല. ഓൾറെഡി എനിക്ക് എന്തായാലും ഈ 11 വർഷം കൊണ്ട് എന്ത് കമന്റ് വേണമെങ്കിൽ കിട്ടോ. ഈ കമന്റ് ഇടുന്ന ആളുടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. നിങ്ങൾ കണ്ടില്ലെങ്കിലും ലൈക്ക് ചെയ്തില്ലെങ്കിൽ കമന്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്തായാലും വരത്തുമില്ല. അവർ അതിനു വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. അതായത് എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാർ, എൻ്റെ പെങ്ങള് ഷീബയുടെ ഉമ്മയാണ് ഈ കളിക്കുന്ന മൊത്തം കളി. അവർ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. പലവർക്കും നമ്പർ കൊടുത്തിട്ട് ചാറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, എല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും അറിയത്തില്ല നിൽക്കുന്നത്. കാര്യം ഈ കിടപ്പാണ് എന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. ഇതാണ് അവരെ വീട്ടിൽ ഞാൻ നോക്കുന്ന ഫോട്ടോസിലാണ്. അതെ അതെ, ഇത് അവന്റെ വീടാണ്. എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഞാൻ നല്ല രീതിയിൽ, കാര്യം അവന്റെ ഹാപ്പിനെസ് ആ മുഖത്തുണ്ട്. ഞാൻ അത്രയും കെയർ ചെയ്ത് നോക്കിയതിന്റെ പേരിൽ അത്ര ഇതുണ്ട്. ഇതെല്ലാം അവന്റെ ഫോട്ടോസാണ്. ഈ ഫോൺ മൊത്തം പുള്ളിയുടെ ഫോട്ടോ? ഫുൾ ഇക്കടെ ഫോട്ടോ മാത്രമേ ഇതിനകത്തുള്ളൂ.
ഇക്കാന്നാണ് വിളിക്കുന്നത്. ഇക്കാൻ തന്നെയാണ് വിളിക്കുന്നത്. തിരിച്ച് വിളിക്കുന്നത് സജീർ എന്നാണ്. ചിലപ്പോൾ സജീറിനെ വിളിക്കും. അല്ല എൻ്റെ ഭയങ്കര കാര്യം മക്കളെ മോനെന്നൊക്കെ തന്നെ വിളിക്കുന്നത്. അതിന്റെ വോയിസ് റെക്കോർഡ് ഇവിടെ എൻ്റെ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞാൽ അവന് ജീവനുണ്ട്. സ്നേഹിക്കുന്നുണ്ടായിരുന്നു. നല്ല ആത്മാർത്ഥ തന്നെ സ്നേഹിച്ചത്. അങ്ങോട്ട് ഇരട്ടിക്ക്. കാര്യം ഈ അവസ്ഥയിൽ കിടന്ന് ഞാൻ അത്രയും അരിച്ചു പറക്കാണ് ഞാൻ നോക്കിയെടുത്ത് നല്ല ബെറ്റർ ആയി. ഈ വീടാണോ? അല്ലല്ല, അവന്റെ വീടാണ്. ഈ അവസ്ഥയിൽ കിടന്ന ആളിനെയാണ് ഞാൻ നോക്കി ഇത്രയും നല്ല ബെറ്റർ ആക്കി എടുത്തത്. ആക്സിഡന്റ് പറ്റിയത്. കാര്യം ആളിന് 100 പ്രശ്നമായിരുന്നു. തലച്ചോറെല്ലാം കലങ്ങി വെള്ളം കണക്ക് ഇറങ്ങിപ്പോയി. പക്ഷെ ഇതിനകത്ത് കൂടെ ഉണ്ടായിരുന്ന ലേഡിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ ഇക്കായ വെട്ടി കീറിയാണ് വണ്ടിയിൽ നിന്ന് എടുത്തത്. ആ ലേഡിക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല. അവളാണ് ഇത്രയും വർഷമായിട്ട് സംസാരിക്കുന്നത്. ഇത് കണ്ടോ, എൻ്റെ അടുത്തുള്ള ഹാപ്പിനെസ് ആണ്. കാര്യം ഞാൻ അത്രയും സ്നേഹിച്ച് അവനെ അടുത്ത് എൻ്റെ സ്നേഹമുണ്ട്. പോകണമെന്ന് പറഞ്ഞു, ജോലിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ തിരിച്ച് പിടിച്ചവനാണ്. അവന് അത്രയും ഓർമ്മയില്ലെങ്കിൽ അവൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഇട്ടിട്ട് പോകത്തില്ലെന്ന് സജീറിന് നല്ല ഉറപ്പാണ്. എന്നെ ഉറപ്പുണ്ട്. കാര്യം ഞങ്ങൾ 5 മിനിറ്റ് സംസാരിച്ചാൽ തീരാണ്. പക്ഷേ ഇപ്പൊ ഓൾറെഡി ഒരു 8 മാസത്തോളം നമ്മൾ കണ്ടില്ല. ഈ ഷെഹാറിന്റെ കാര്യം പറയുമ്പോഴൊക്കെ കണ്ണ് ഉണ്ടാവും, ഓൾറെഡി ഉണ്ടാവും. ഷെഹാറിന്ന് പേര് കേൾക്കുമ്പോഴേ ഉണ്ടാവും. ഞാൻ അത്രത്തോളം അവനെ ഞാൻ സ്നേഹിച്ചു. പക്ഷെ നമ്മളിടയിൽ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല, ഇതുവരെ ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷേ ഇവരെ വീട്ടുകാർ എൻ്റെ ഉമ്മയും പെങ്ങളുമാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ വേറെ ഒരുത്തനോട് കിടന്ന് ഉൾപ്പെടെ വരുത്തിച്ചു. പക്ഷെ അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത കേസാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ ചാറ്റ് ചെയ്യില്ലെന്ന് പറയുന്നില്ല. അത് ഇക്കാർക്ക് അറിയാവുന്ന കേസാണ്. ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ, അല്ലാതെ ഞാൻ വേറെ ഒരു സെക്സ് പരമായിട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. സജീറിനെ ഈ മീശയൊക്കെ ഒടിച്ചിട്ട് സ്ത്രീയായിട്ട് വേറെ ആരെങ്കിലും കൂടി ജീവിച്ചൂടെ? ഇല്ല, പറ്റില്ല. എനിക്കൊരു പെണ്ണിനോട് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് അതിനോട് ഒരാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഇത് ഷെഹാർ കാണുന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? കാണുമെന്ന് പ്രതീക്ഷ എനിക്കുണ്ട്. ഷെഹാർ ഈ വീഡിയോ കാണുമെന്ന് ഷെഹാറിൻ്റെ അടുത്ത് എന്തോ പറയാനുള്ളത്? ദയവ് ചെയ്ത് ഈ വീഡിയോ കാണണമെങ്കിൽ ഇക്കാക്ക് വേണ്ടി ഞാൻ കാത്തിരിപ്പോണ്ട് വരണം. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത് അവനിക്ക് നന്നായിട്ട് അവനിക്ക് അറിയാവുന്ന കേസ് തന്നെയാണ്. അതെല്ലാം ഞാൻ ജീവിക്കത്തില്ല. കാര്യം ഒരു ദിവസം ഓട്ടം പോയി കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങാതിരിക്കും. അത് അവനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഉറങ്ങണം, വയ്യാതായി കഴിഞ്ഞപ്പോൾ പറ്റത്തില്ല, ഞാൻ ഓട്ടം പോയാലേ പറ്റത്തുള്ളൂ എന്നവന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ പറഞ്ഞ് എനിക്ക് കെട്ടിപ്പിച്ച് ഉമ്മ തന്നിട്ടാണ് ഫെബ്രുവരി 14 എൻ്റെ വീട്ടിൽ നിന്ന് പോയത്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ അത്രയും പാടിയിട്ട് അവന് വീട്ടിൽ പോയി നോക്കി എടുക്കുകയൊക്കെ ചെയ്ത്. എന്നിട്ട് എൻ്റെ ഉമ്മയെ പോലും എനിക്ക് കാണാനെടുക്കാൻ, ഒരു പെരുന്നാളായിട്ട് പോലും എനിക്ക് കാണാനെടുക്കാൻ എൻ്റെ ഉമ്മയും പെങ്ങളും സമ്മതിച്ചിട്ടില്ല. അത്രയും ഞാൻ പാടിയിട്ട് നോക്കിയിട്ട് അവർ എന്നെ വെല്ലുവിളിച്ച് അവർ കയറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നപ്പം വീട്ടിലെ ഗ്രില്ല് പൂട്ടിയിട്ട് ഉമ്മ താക്കോലിട്ട് കറങ്ങിയിട്ട് പറഞ്ഞാൽ നീ കയറത്തില്ല എന്ന് പറഞ്ഞു. അത്രത്തോളം ദുഷ്ടത്തിൽ അവർ എൻ്റെ അടുത്ത് കാണിക്കുന്നത്. ഞാൻ അതിനുവേണ്ടി ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഫോട്ടോ ഞാൻ കാണിച്ചു, അത്രയേ ഉള്ളൂ. ഇങ്ങനെ കിടക്കുന്നത് ഫോട്ടോ കാണിച്ചു. ഞാൻ ചോദിക്കുകയാണ്, ഇത് കണ്ടിട്ട് ആരെങ്കിലും വന്നിട്ട് സജീറിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് തരാം, ഒരു പുരുഷ ഹോർമോൺ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പുരുഷനാക്കുന്ന ട്രീറ്റ്മെൻറ്റ് സൗജന്യമായിട്ട് തരാമെന്ന് പറഞ്ഞാൽ? ഇല്ല, ഞാനിപ്പോൾ ലേഡി ആയിട്ടല്ലല്ലോ ഞാൻ ജീവിക്കുന്നത്, ഞാൻ പുരുഷനായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ എനിക്ക് ഉണ്ട്. പക്ഷേ എനിക്ക് പാർട്ട്ണറായിട്ട് എൻ്റെ ആൾ തന്നെ എനിക്ക് വേണം. വീണ്ടും ഞങ്ങൾ സജീറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സജീറിന് വീണ്ടും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പുരുഷനാവാൻ ശ്രമിച്ചുകൂടെ, തിരിച്ചു വന്നുകൂടെ? അത് എനിക്കത് പറ്റില്ല. ഇല്ല, ഒരു സ്ത്രീയായിട്ട് പറ്റില്ല. എനിക്ക് പുരുഷനായിട്ട്, എനിക്ക് ലൈഫ് പാർട്ട്ണറായിട്ട് എനിക്ക് ഇപ്പം ഈ പറഞ്ഞ ആൾ തന്നെ എനിക്ക് മതി. ജീവിതകാലം അതാണ്, മരണം വരെ എനിക്ക് ഷാർ തന്നെ മതി. ഇക്ക ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഓൾറെഡി എൻ്റെ മരണമായിരിക്കും സംഭവിക്കുന്നത്. കണക്കിന് രൂപ കൊണ്ട് തന്നാലും ഞങ്ങൾ ഒരുപാട് വാഗ്ദാനം ചെയ്യാം, സജീർ തിരിച്ചു വരുമോ? ഇല്ല, വരത്തില്ല. ഓടിയെന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും ശരി തന്നെയാണ്. ഞാൻ ഷാറിനെ വിട്ടിട്ട് ഞാൻ വരത്തില്ല. കാര്യം അത്രത്തോളം ആൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം ഈ വീഡിയോ കണ്ടവർക്ക് സജീറിനെ പറ്റി ഏകദേശം എല്ലാം മനസ്സിലായി കാണും. അതെല്ലാം സജീർ തന്നെ പറയുന്നുണ്ട്. അപ്പം ഈ വീഡിയോ കണ്ടവർ ചില കമന്റുകൾ ചോദിക്കും, ദയവ് ചെയ്ത് ഇത് കണ്ടില്ലെങ്കിലും ലൈക്ക് ചെയ്തില്ലെങ്കിലും കമന്റ് ചെയ്തില്ലെങ്കിലും പ്രശ്നമല്ല. ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കില്ല. കാര്യം ഞാൻ ഒരു അനാവശ്യമായിട്ടല്ല, ഞാൻ എൻ്റെ ആവശ്യം അംഗീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നത്. കാര്യം നിങ്ങൾക്ക് ആ കിടപ്പ് കണ്ടാൽ മാത്രമേ അറിയാത്ത. കാര്യം അത്രയും പാടുവിട്ടാണ് ഞാൻ അവനെ നോക്കി ഇവിടം വരെ എത്തിച്ചത്. ഒരു സ്ത്രീയെ സ്ത്രീയായിട്ടും പുരുഷനെ പുരുഷനായിട്ടും മാത്രമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ, അവർക്കൊരു ഹോർമോൺ വ്യത്യാസമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്ത് അവരെ മാറ്റത്തിലേക്ക് വരാൻ ഒരുപാട് പേര്, പഴയ അവസ്ഥയിലേക്ക് വരാൻ ഈ കാണുന്ന ആരെങ്കിലും അങ്ങനത്തെ ഒരുപാട് സന്നദ്ധ സംഘടനകളൊക്കെ നമ്മുടെ നാട്ടിൽ വരേണ്ടത് ആവശ്യമാണ്. അത്തരത്തിലുള്ളവർക്ക് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അതെ, അവസരങ്ങളുണ്ട്, ഒന്നും ചിന്തിച്ചാൽ സാധ്യമാകത്തൊന്നും. പക്ഷേ ഇക്ക സമ്മതിക്കുകയാണെങ്കിൽ വരും. സജീറും അതിനും താല്പര്യം. സജീറിനെ പോലെയുള്ള യവന്മാരെ പോലെയുള്ള ഒരു സപ്പോർട്ട് ചെയ്യാനും ഇവനെ പോലുള്ള നാണം കെട്ടവന്മാരെ ഈ സോഷ്യൽ മീഡിയ വഴി വന്ന് വാങ്ങയാണ്, തേങ്ങയാണ്, പൂടയാന്ന് പറയുന്നവന്മാർ ഒരു നിമിഷം മനസ്സിലാക്കണം. ഞാനിത് കമൻറ്റാണ് പറഞ്ഞേട്ടോ, അല്ല സജീറിനെ നിർത്തിക്കൊണ്ട് ആക്ഷേപിച്ചതല്ല. ഇതൊരു മനുഷ്യൻ്റെ ഒരവസ്ഥയാണ്. ഇതൊരു ഹോർമോൺ. എല്ലാ മനുഷ്യരെയും നമ്മൾ അംഗീകരിക്കണം. നമ്മുടെ സമൂഹത്തിൽ തന്നെ പല മനുഷ്യരുണ്ട്. ഒരു വീട്ടിൽ 5 മക്കളാണെങ്കിൽ 5 പേരും 5 ക്യാരക്ടറായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയും ട്രാൻസ്മെൻറ്റ് കമ്മ്യൂണിറ്റിയൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളവരെ ഒഴിവാക്കുന്നതിന് മുമ്പ് അവരുടെ മനസ്സിലുള്ള, എന്താണ് അവരുടെ മനസ്സ്, അവരുടെ മാനസികാവസ്ഥയെന്ന് മനസ്സിലാക്കി മാത്രം പെരുമാറുക. ടുഡേ മലയാളം ന്യൂസിന് വേണ്ടി സുഹൈൽ മുഹമ്മദിനൊപ്പം ഞാൻ സുഹൈൽ ഫൈസി.